യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിന്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിന്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ഹല്ലേലൂയ 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 നമുക്ക് വേണ്ടി ദൈവവചനം തന്ന് പ്രാർത്ഥിക്കാനായി കടന്നു വന്നിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട അഭിവന്ദനായ പ്രിൻസ് പാണങ്ങാടൻ പിതാവിനെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കരമുയർത്തി അടിച്ച് പിതാവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വളരെ അനുഗ്രഹപ്രദമായിരുന്ന 4 ദിവസത്തെ വചന ശുശ്രൂഷയ്ക്കൊടുവിൽ നാം ഇന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ വളരെയധികം ആഗ്രഹത്തോടും സ്വപ്നങ്ങളോടും കൂടി അണഞ്ഞിരിക്കുകയാണ്. യേശു പറഞ്ഞ ഒരു വലിയ കൽപ്പനയെക്കുറിച്ചാണ് നാം ഇതുവരെ മനസ്സിലാക്കാൻ പരിശ്രമിച്ചത്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഈ ഒരു വചനത്തെ ആസ്പദമാക്കി ഞാൻ പറയാൻ പരിശ്രമിച്ചത്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞത് അന്ന് യേശുവിനെ ശ്രവിച്ചിരുന്ന കുറച്ച് ശിഷ്യന്മാരോട് മാത്രമായിരുന്നില്ല. അന്നും ഇന്നും എന്നും യേശുവിനെ ശ്രവിക്കുന്ന എല്ലാവരോടുമായി യേശു പറഞ്ഞ ഒരു കൽപ്പനയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. അങ്ങനെ പ്രസംഗിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഞാൻ കണ്ട, ഞാൻ കേട്ട, ഞാൻ സ്പർശിച്ച ആ തമ്പുരാനോടുള്ള സ്നേഹം, ആ വചനത്തിൻ്റെ ശക്തി, നിങ്ങളുടെ ഉള്ളിൽ ആളിക്കത്തുന്ന വചനത്തിൻ്റെ ശക്തി, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ കഥകൾ അത് മറ്റുള്ളവരോട് പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ വർഷിച്ചിട്ടുള്ള എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ, ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക. അങ്ങനെ പറയുമ്പോഴാണ് നാം പൂർണ്ണമായും ക്രിസ്ത്യാനികളാവുന്നത്. ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭയെ നോക്കിയാലും ക്രൈസ്തവരെ നോക്കിയാലും വലിയ ഒരു ആധ്യാത്മിക മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അൾത്താര ബാലനായിരുന്ന സമയത്ത് പള്ളിയിൽ വരുന്നവരുടെ എണ്ണം, കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. ബൈബിൾ വായിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു.
കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ബൈബിൾ വായിക്കുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഒരു ആധ്യാത്മിക മുന്നേറ്റം നമ്മിൽ നാം കാണുന്നു. അതുപോലെ തന്നെ നമ്മുടെ പള്ളികൾ, അമ്പരചുംബികളായ ദേവാലയങ്ങൾ, മനോഹരമായ സൗധങ്ങൾ നാം പണിതുയർത്തിരിക്കുന്നു. നാം കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഇവിടെ ഒരു വലിയ നിറവ് അനുഭവപ്പെടുന്നു. വലിയൊരു നിറവിൽ ആണ് നാം നിൽക്കുന്നത്. ഈ നിറവ് നിലനിൽക്കണമെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഒഴുകണം. ഇത് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നില്ല എങ്കിൽ ഈ നിറവിന് പകരം ഈ വളർച്ച എന്ന് പറയുന്നത് ഇവിടെ കെട്ടിക്കിടന്ന് നശിച്ച് ചാമ്പലായി പോകുമെന്ന് നാം മറക്കരുത് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവ് നയിക്കുന്നതനുസരിച്ച് ഈ നിറവിൽ നിന്ന് നാം ഒഴുകണം. നാം ഒഴുക്കാൻ തയ്യാറാകണം. നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നാം ഒഴുക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ വളർച്ച പൂർണ്ണതയിലേക്ക് എത്തുന്നത്, ഈ വളർച്ച അർത്ഥപൂർണമാകുന്നത്. അല്ലെങ്കിൽ തമ്പുരാന്റെ പദ്ധതികൾക്ക് വിരുദ്ധമായി നമ്മിൽ തന്നെ ഒതുങ്ങിക്കൂടി നമ്മിൽ തന്നെ ഈ നിറവിനെ നാം ഒതുക്കി നിർത്തുമ്പോൾ ഈ നിറവ് നമ്മളിൽ നിന്ന് എടുക്കപ്പെടും. അല്ലെങ്കിൽ ഈ നിറവ് മറ്റുള്ളവരിലേക്ക് നയിക്കപ്പെടാതെ, മറ്റുള്ളവരിലേക്ക് ഒഴുക്കപ്പെടാതെ നമുക്ക് വേണ്ടി മാത്രമായി നിന്ന് കെട്ടിക്കിടന്ന് മലിനമായി പോകും. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിറവ് അനുഭവിക്കുന്ന സമയത്ത്, ഈ സമയത്ത് നാം ഇത് മറ്റുള്ളവരിലേക്ക് ഒഴുക്കണം. സുവിശേഷം കേട്ടിട്ടില്ലാത്തവരിലേക്ക് നാം ഒഴുക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ത്യാഗം, എൻ്റെ ജീവിതത്തിൻ്റെ അല്പം സമയം, എൻ്റെ ജീവിതത്തിൻ്റെ അല്പം ആരോഗ്യം ഞാൻ തമ്പുരാന്റെ കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കണം. എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ പള്ളിയുടെ, എൻ്റെ ഇടവകയുടെ കാര്യത്തിന് വേണ്ടി മാത്രം നാം ജീവിക്കുകയാണെങ്കിൽ കുറേ നാളുകൾ കഴിയുമ്പോൾ ജനമില്ലാത്ത പള്ളികൾ നാം കാണും. ഇന്ന് പള്ളികളില്ലാത്ത ജനങ്ങൾ ധാരാളമുണ്ട്. തമ്പുരാനെ ഒന്ന് കണ്ടാരാധിക്കാൻ, അവന്റെ വചനം ഒന്ന് കേൾക്കാൻ നിർവാഹമില്ലാതെ ജനം പള്ളികളില്ലാതെ വലയുമ്പോൾ അമ്പരചുംബികളായ പള്ളികൾ നാം കെട്ടിപ്പടുക്കുന്നു. എന്തിനാണ് നാം കെട്ടിപ്പടുക്കുന്നത്? ഈ സുവിശേഷത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ എനിക്കും നിങ്ങൾക്ക് മനസ്സില്ല എങ്കിൽ ഈ പള്ളികളിൽ ആളുകളെ കൂട്ടാൻ നാം നാളെ എന്തു ചെയ്യും? ഈ പള്ളികൾ ആളൊഴിഞ്ഞ സൗധങ്ങളായി മാറാൻ വർഷങ്ങൾ കാത്തു നിൽക്കേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ടവരെ. ഈ പള്ളികൾ അർത്ഥവത്തമാകണമെങ്കിൽ എത്ര വലിയ ദേവാലയം നമുക്ക് നിർമ്മിക്കാം. പക്ഷേ ആ ദേവാലയങ്ങളിൽ ആളുകൾ ഉണ്ടാകട്ടെ, ദൈവത്തിന്റെ വചനം ശ്രവിക്കാൻ ആളുകൾ ഉണ്ടാകട്ടെ, അവിടേക്ക് ആളുകൾ വരട്ടെ. അവിടേക്ക് ആളുകൾ വരണമെങ്കിൽ നാം എന്തു ചെയ്യണം? സുവിശേഷം പ്രസംഗിക്കണം. രാത്രിയും പകലും സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ആകാശം മുട്ടെ നമുക്ക് പള്ളി പണിയാം. ആ പള്ളികൾ നിറയുവാൻ ആളുകൾ വരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജനമില്ലാത്ത ദേവാലയങ്ങൾ അനധിവിദൂര ഭാവിയിൽ നമ്മുടെ നാട്ടിൽ വരാതിരിക്കണമെങ്കിൽ നാം സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകണം. സുവിശേഷത്തിൽ യേശു നമ്മോട് പറയുന്ന കാര്യങ്ങൾ പറയുവാനും ജീവിക്കുവാനും നാം തയ്യാറാകണം. ഇതാണ് സുവിശേഷത്തിന്റെ വെല്ലുവിളി. ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരെ പോയി പഠിപ്പിക്കുവിൻ. ലോകമെങ്ങും പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇത് ക്രിസ്തു പറഞ്ഞതാണ്. ഇത് നമ്മൾ ചെയ്തേ പറ്റൂ. മറ്റുള്ളവരോട് പോയി നാം സുവിശേഷം പ്രസംഗിക്കണം. പലപ്പോഴും നമുക്ക് പേടിയാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ, എന്നെ ആരെങ്കിലും എതിർത്തെങ്കിലോ, എന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാലോ, എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ, എന്തിനാണ് നാം പേടിക്കുന്നത്? നാം പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? നാം നമ്മിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ നാം ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ പോയി സുവിശേഷം പ്രസംഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തമ്പുരാനാണ് പ്രസംഗിക്കപ്പെടുന്നത്. ഈ വചനം എന്ന് പറയുന്നത് അക്ഷരങ്ങളുടെ കൂട്ടമല്ല. ഇവിടെ നാം പറയുന്ന വചനം ദൈവമാണ്. മനുഷ്യനായി അവതരിച്ച ദൈവത്തിന്റെ വചനമാണ് ഈ വചനം എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തുവിന്റെ സകല ശക്തിയും ചൈതന്യവും കുടികൊള്ളുന്ന ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ് നാം പ്രസംഗിക്കുന്നത്. ഈ വചനം പറയുമ്പോൾ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് നാം സംസാരിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാത്തത്? നാം സംസാരിക്കുന്നത് എന്തൊക്കെയാണ്? നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ച കറിയുടെ കാര്യവും, അപ്പുറത്തെ വീട്ടിൽ നടന്ന പ്രശ്നത്തിൻ്റെ കാര്യവും, നാം കണ്ട സിനിമയുടെ കഥയും, മറ്റുള്ളവർ പറഞ്ഞ എന്തെങ്കിലും പരദൂഷണവും, ഇതൊക്കെയാണ് നമ്മുടെ വചനങ്ങൾ. അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ പരദൂഷണം, ഇതൊക്കെ മനുഷ്യൻ്റെ വചനമാണ്. പാപികളും ബലഹീനരുമായ മനുഷ്യൻ്റെ വചനം. ഈ മനുഷ്യൻ്റെ വചനം നാം മറ്റുള്ളവരോട് പറയുമ്പോൾ
എൻ്റെ വചനം ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ ആ വചനത്തിലൊരു ശക്തിയുമില്ല, ആ വചനത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിൽ കുടികൊള്ളുന്നത് മനുഷ്യൻ്റെ ശക്തിയാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. എന്തുകൊണ്ടാണ് വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നത്? എന്തുകൊണ്ടാണ് വചന ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ നടക്കുന്നത്? ആയിരങ്ങളും പതിനായിരങ്ങളും ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ എന്തുകൊണ്ട് സുഖപ്പെടുന്നു? ദൈവം പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ വചനം, ശക്തവും ഊർജ്ജസ്വലവുമായ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. മനുഷ്യനായി അവതരിച്ച ദൈവവചനമായ യേശു ക്രിസ്തുവാണ് വചന ശുശ്രൂഷയിൽ പ്രസംഗിക്കുന്നത്, വചന ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യം നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യം. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. ആരെയും? ശിഷ്യന്മാർ. യേശു പറഞ്ഞതിന് ശേഷം അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. എന്താണ് സംഭവിച്ചത്? കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അവർ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിച്ചു. കർത്താവ് അവരോടൊത്ത് പ്രവർത്തിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനത്തെ സ്ഥിരീകരിക്കാൻ അവന് കഴിയും. ഞാൻ പറയുന്നത് എൻ്റെ വചനമാകുമ്പോൾ, വിലയില്ലാത്ത ശക്തിയില്ലാത്ത എൻ്റെ വചനം ഞാൻ പറയുമ്പോൾ, ഈ വചനത്തെ സ്ഥിരീകരിക്കാൻ എൻ്റെ ശക്തിയിൽ കവിഞ്ഞ മറ്റൊരു ശക്തിയുമില്ല. അയോഗ്യനും ദുർബലനും ദുർഭകനുമായ എൻ്റെ ശക്തി ഇതിനൊന്നിനും കഴിയുകയുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ദൈവം നിങ്ങൾ സംസാരിക്കുന്ന വചനം സത്യമാണെന്ന് തെളിയിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി ദൈവം വചനത്തെ സ്ഥിരീകരിക്കും. എൻ്റെ വചനമല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ആരാണ് സ്ഥിരീകരിക്കേണ്ടത്? ദൈവമാണ് സ്ഥിരീകരിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം ദൈവം സ്ഥിരീകരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം സ്ഥിരീകരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വചനം ആത്മാവും ജീവനുമായ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പതിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവനുണ്ടാകും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അഗ്നിജ്വാലകൾ വരും. കാരണം ഞാൻ പറയുന്നത് ഈ മനുഷ്യൻ്റെ വചനമല്ല, ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. കാരണം യേശു ക്രിസ്തു തൻ്റെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുവാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ചാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. എല്ലാ സുവിശേഷ പ്രസംഗകരും പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഈ വചനത്തെ സ്ഥിരീകരിക്കേണ്ടത് എൻ്റെ കടമയല്ല, ഈ വചനത്തെ സ്ഥിരീകരിക്കേണ്ടത് ദൈവത്തിൻ്റെ കടമയാണ്. കർത്താവ് അവരോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ വഴി അവരുടെ വചനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആരെങ്കിലും എന്നെ വിമർശിച്ചാലോ, ആരെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞാലോ, ആരെങ്കിലും എന്നെ ഉപദ്രവിച്ചാലോ എന്ന് പേടിക്കരുത്. ഉപദ്രവിച്ചാൽ ഉപദ്രവിക്കട്ടെ, വഴക്ക് പറഞ്ഞാൽ വഴക്ക് പറയട്ടെ. നീ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൻ്റെ വചനം ശക്തമായ വചനം, ഊർജ്ജസ്വലമായ വചനം, ആ വചനം നീ പ്രസംഗിക്കുക. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പാപിയും ബലഹീനനുമായ നിന്റെ നാവിലൂടെ വചനം പുറപ്പെടുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതുകൊണ്ട് സാഹചര്യം അനുകൂലമെങ്കിലും അനുകൂലമല്ലെങ്കിലും പ്രസംഗിക്കുക. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അധ്യായം 4 വാക്യങ്ങൾ 2 മുതൽ. തിമോത്തിയോസിനോട് വിശുദ്ധ പൗലോസ്ലീഹ ഇങ്ങനെയാണ് പറയുന്നത്. 2-ാം വചനം, 4-ാം അധ്യായം 2-ാം വചനം. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗ്രതയോടെ പ്രവർത്തിക്കുക. നീ വചനം പ്രസംഗിക്കുക. ആ വചനം സ്ഥിരീകരിക്കേണ്ടത് ആരാ? തമ്പുരാൻ. തമ്പുരാൻ സ്ഥിരീകരിച്ചുകൊള്ളും. നീ വചനം പ്രസംഗിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും പ്രസംഗിക്കുക. 5-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു: നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക, കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകന്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. നീ കഷ്ടതകൾ അനുഭവിച്ച് സുവിശേഷകന്റെ ജോലി ചെയ്യണം. ആരാണ് സുവിശേഷകൻ? എല്ലാ ക്രിസ്ത്യാനികളും സുവിശേഷകരാണ്. ആരാണ് സുവിശേഷകൻ?
സുവിശേഷം കേട്ടിട്ടുള്ള ഓരോരുത്തരും സുവിശേഷകനാണ്. അതുകൊണ്ട് ഇത് മറ്റാരോടോ പറഞ്ഞതാണെന്ന് വിചാരിച്ച് സൗകര്യപ്രദമായി വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് നിങ്ങളോട് എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത്. നീ സുവിശേഷ പ്രസംഗകന്റെ ജോലി ചെയ്യുക. നിന്റെ ജോലി എന്താണ്? കഷ്ടതകൾ സഹിച്ച് സുവിശേഷം പ്രസംഗിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ഇത് സാബു ബ്രദർ നോക്കിക്കോളും, ഇത് അച്ഛന്മാർ നോക്കിക്കോളും, ഇത് സിസ്റ്റർമാർ നോക്കിക്കോളും എന്ന് ആരും കരുതരുത്. എല്ലാവരുടെയും പണിയാണ്, എല്ലാവരുടെയും പണിയാണ് സുവിശേഷകന്റെ ജോലി ചെയ്യുക. ഇത് നാം ചെയ്യാൻ ഒരുക്കമുള്ളവരാണ് എങ്കിൽ തീർച്ചയായും തമ്പുരാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്യുന്ന സുവിശേഷ പ്രസംഗം ഇത് തമ്പുരാൻ്റെ പണിയാണ്. തമ്പുരാൻ നടത്തും, നമ്മൾ സഹകരിച്ചാൽ മതി. ഇത് എൻ്റെ പണിയാണ്, ഇത് എൻ്റെ ഇഷ്ടം, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ നിർത്തും, എനിക്ക് സന്തോഷമാണെങ്കിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കുന്നത്. എന്നിൽ തന്നെ ആശ്രയിച്ച് ഞാൻ ചെയ്യുന്നത് മാനുഷികമായ കാര്യങ്ങളാണ്. ആ തരത്തിലുള്ളൊരു കാര്യമല്ല സുവിശേഷ പ്രസംഗം. സുവിശേഷ പ്രസംഗം എന്നത് ദൈവത്തിൻ്റെ കാര്യമാണ്. നീ വചനം പ്രസംഗിക്കുക, ദൈവം നിനക്ക് തുണയായിരിക്കും. നിൻ്റെ വചനം, നിൻ്റെ നാവിലൂടെ പുറപ്പെടുന്ന വചനം ദൈവം സ്ഥിരീകരിക്കും. എങ്ങനെ? അത്ഭുതങ്ങൾ വഴി. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, സാബു ബ്രദർക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഈ സുവിശേഷ പ്രസംഗക്കാർക്കോ ഇത്രയും വലിയ അനുഗ്രഹം, വൈദ്യശാസ്ത്രം തോറ്റു പിന്മാറിയ രോഗികളെപ്പോലും ഒരൊറ്റ സ്പർശം കൊണ്ട് സുഖപ്പെടുത്തുവാനുള്ള കഴിവ് ഇവർക്ക് തമ്പുരാൻ കനിഞ്ഞു നൽകിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി. നമ്മൾ ആശുപത്രിയിലേക്ക് പോകാതെ നമ്മുടെ പണം നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച് സുഖമായി ജീവിക്കാൻ വേണ്ടി തമ്പുരാൻ ഈ കുറച്ച് മനുഷ്യർക്ക് കൊടുത്ത നല്ല അനുഗ്രഹം ദൈവത്തിന് സ്തുതി എന്ന് നാം വിചാരിക്കുന്നു. നമ്മുടെ കാശ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും, നമ്മുടെ ആരോഗ്യം നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. തമ്പുരാൻ എത്രയോ നല്ലവനാണ് എന്ന് നാം ചിന്തിക്കുന്നു. അല്ല, ദൈവത്തിൻ്റെ വചനം ദൈവം സ്ഥിരീകരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ദൈവം സ്ഥിരീകരിക്കുന്നതാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി ഇത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തുവിൻ്റെ വചനമാണ് ഇവിടെ പ്രസംഗിക്കപ്പെടുന്നതെന്ന് തമ്പുരാൻ തെളിയിക്കുകയാണ്. ആകാശം ഇറങ്ങി വരികയാണ്. വൈദ്യശാസ്ത്രം തോറ്റു പിന്മാറിയ കാര്യങ്ങളിൽ പോലും ദൈവം അത്ഭുതകരമായി എന്തിനു പ്രവർത്തിക്കുന്നു? ദൈവത്തിൻ്റെ വചനം സത്യമാണെന്ന് തെളിയിക്കാൻ, യേശു രക്ഷകനാണെന്ന് തെളിയിക്കാൻ, യേശുവിലേക്ക് അനേകായിരങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ, വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരുവാൻ, ഇനിയും കേട്ടിട്ടില്ലാത്തവരെ യേശുവിലേക്ക് അടുപ്പിക്കുവാൻ ആ യേശു ചെയ്യുന്ന വലിയ അത്ഭുത കാര്യങ്ങളാണിത്. അതുകൊണ്ട് ഈ അത്ഭുതങ്ങൾ നേരിൽ കണ്ടവരും ഈ അത്ഭുതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചവരും ഈ അത്ഭുതങ്ങളും അനുഭവിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് 10 പ്രാവശ്യം പറഞ്ഞ് സ്വന്തം വീട്ടിൽ പോയിരുന്നാൽ ഇത് ദുരിതം പ്രിയപ്പെട്ടവരെ. ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചു പറയാനാണ്. യേശു ദൈവമാണ് എന്ന്, യേശു മാത്രമാണ് ദൈവമെന്ന്, ഭൂമിയുടെ മുകളിൽ ആകാശത്തിന് കീഴെ രക്ഷയ്ക്ക് വേണ്ടി തമ്പുരാൻ ഒരേ ഒരു നാമത്തെ മാത്രമേ നൽകിയിട്ടുള്ളൂ. ആ നാമമാണ് യേശുവിൻ്റെ നാമമെന്ന് മറ്റുള്ളവരോട് വിളിച്ചു പറയുവാൻ വേണ്ടി നിങ്ങൾക്ക് തരുന്ന ദൈവത്തിൻ്റെ അടയാളമാണിത്. ദൈവം കനിഞ്ഞു നൽകുന്ന അത്ഭുതങ്ങൾ. ഈ അത്ഭുതങ്ങൾ എൻ്റെ സൗകര്യത്തിന് വേണ്ടി, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, എൻ്റെ സമ്പത്ത് ലാഭിക്കാനായി തമ്പുരാൻ തന്നിരിക്കുന്നു. ദൈവം എത്രയോ വലിയവനാണ്, ദൈവം എത്രയോ കരുണയുള്ളവനാണ് എന്ന് എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ പോരാ, മറ്റുള്ളവരുടെ മുമ്പിൽ പോയി പറയണം. ദൈവം കരുണയുള്ളവനാണ് എന്ന് പറയണം, ദൈവം സ്നേഹമാണ് എന്ന് പറയണം, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയണം. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവനെന്ന് പറഞ്ഞ യേശുവിൻ്റെ വാക്കുകളെ സ്വന്തമായി സ്വീകരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി സുവിശേഷം പ്രസംഗിക്കണം. അപ്പോഴാണ് അത്ഭുതങ്ങൾ അർത്ഥപൂർണ്ണമാകുന്നത്, അപ്പോഴാണ് അടയാളങ്ങൾ പൂർണ്ണമായ അർത്ഥം കൈവരിക്കുന്നത്. അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളായി കേരളക്കരയിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. എത്രയോ വർഷങ്ങളായി ഞാനും നിങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് മടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് എത്രയോ പ്രാവശ്യം തമ്പുരാനെ നാം സ്തുതിച്ചിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ഒരു മനുഷ്യനോട് പോലും ഈ അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവിനെ കുറിച്ച്, ഈ അടയാളങ്ങൾ ചെയ്യുന്ന കർത്താവിനെ കുറിച്ച് നാം പറഞ്ഞില്ല. എന്തുകൊണ്ട് നാം പറഞ്ഞില്ല? യേശു ദൈവമാണ് എന്നും ആ ദൈവം എന്നെ സുഖപ്പെടുത്തിയെന്നും ആ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ജീവൻ അനുഭവിച്ചു എന്ന്, ആ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടായി എന്ന് യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനോട് എന്തുകൊണ്ട് നാം പറയാൻ മുന്നോട്ട് വന്നില്ല? നാം ആരെ ഭയപ്പെടുന്നു? നാം ആരുടെ മുമ്പിൽ തലകുനിക്കുന്നു? നാം ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നാം തമ്പുരാന് വേണ്ടി ജീവിക്കണം.
തമ്പുരാൻ തന്ന ഈ ജീവിതം അവൻ്റെ മുമ്പിൽ നാം സമർപ്പിക്കണം. അവന് വേണ്ടി ജീവിക്കുവാനും വേണ്ടി വന്നാൽ അവന് വേണ്ടി മരിക്കുവാനും അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം നൽകുവാനും നാം തയ്യാറാകുമ്പോഴാണ് നാം യഥാർത്ഥ ക്രൈസ്തവരായി മാറുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഈ സുവിശേഷ പ്രസംഗം നാം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവൽപ്പനക്കാരിയും ദൈവഭക്തിയുമായ ലിദിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. പൗലോസ് ഹൃദയം തുറന്നില്ല. പൗലോസ് തൻ്റെ അധരം മാത്രമാണ് തുറന്നത്. പൗലോസ് അധരം തുറന്ന് പ്രസംഗിച്ചപ്പോൾ കേട്ടിരുന്നവരുടെ ഹൃദയം തുറന്നത് കർത്താവാണ്. നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കേണ്ട. കേട്ടിരിക്കുന്നവരുടെ ഹൃദയങ്ങൾ തമ്പുരാൻ തുറക്കും. തമ്പുരാൻ തുറന്ന് തമ്പുരാന്റെ വചനങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വചനം പ്രസംഗിക്കുമ്പോൾ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. പൗലോസ് വചനം പറഞ്ഞപ്പോൾ പൗലോസിന്റെ വചനം കേൾക്കാൻ ലിദിയായുടെ ഹൃദയം തുറന്ന കർത്താവ് നമ്മൾ വചനം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ വചനം കേൾക്കാൻ അനേകായിരുടെ ഹൃദയങ്ങൾ തുറക്കും. കർത്താവ് ഹൃദയം തുറന്നെങ്കിൽ മാത്രമേ വചനം അവരുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ വചനം ശരീരത്തിൽ സ്പർശിച്ച് കാതുകളിൽ സ്പർശിച്ച് പുറത്തു പോകുന്നു, തിരിച്ചു പോകുന്നു. അവരുടെ ഹൃദയം തമ്പുരാൻ തുറക്കുമ്പോഴാണ് ഈ വചനം അർത്ഥപൂർണമാകുന്നത്, ഈ വചനം ഫലം പുറപ്പെടുവിക്കുന്നത്. നാം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഒരാൾ എതിർത്തു എന്ന് വെച്ചോ, ഒരാൾ കുറ്റം പറഞ്ഞു എന്ന് വെച്ചോ, ഒരാൾ നീ എന്തിനാണ് മതപ്രചരണം നടത്തുന്നത് എന്ന് പറഞ്ഞത് എന്ന് വെച്ചോ നാം പിന്മാറരുത്. അങ്ങനെ പിന്മാറുന്നതല്ല, ഇത് തമ്പുരാന്റെ പണിയാണ്. ഇതിനു വേണ്ടി നാം ഇറങ്ങി പുറപ്പെട്ടാൽ ഇത് ചെയ്യുന്നത് തമ്പുരാണ്. തമ്പുരാനെ എന്നെ വാളുമായി എന്നെ ആക്രമിക്കാൻ വരുന്നവനെ പോലും നിശബ്ദനാക്കാനും അവനെ നിർവീര്യനാക്കാനും തമ്പുരാന്റെ വചനത്തിന് കഴിയുമെന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നുവോ, എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ, അന്ന് നമുക്ക് വിശ്വാസമുണ്ട് എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് പേടിയാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നാം പിന്മാറും. കാരണം എന്താ? ഞാൻ ആശ്രയിക്കുന്നത് എന്നിലാണ്. ഞാൻ പറയുന്നത് എൻ്റെ വചനമാണ്. എൻ്റെ വചനം കേൾക്കാൻ അവർക്ക് മനസ്സില്ല. അവർ എന്നെ എതിർക്കുന്നു, ഞാൻ പണി നിർത്തുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ മനോഭാവം. ഞാൻ പറയുന്നത് തമ്പുരാനാണ് എന്ന്, എന്നെ ആക്രമിക്കാൻ വരുന്നവനെ പോലും പിടിച്ചു നിർത്താൻ കൽപ്പുള്ള ശക്തമായ ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ പറയുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് വിശ്വാസമുണ്ട് എന്ന് പറയാം. അപ്പോഴാണ് നാം യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത്. അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളുമായി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മരച്ചുവട്ടിലിരുന്നും AC റൂമിലിരുന്നും സുവിശേഷം കേൾക്കുന്ന നമുക്ക് എന്താണ് തമ്പുരാനെ കുറിച്ച് പറയുവാൻ സാധിക്കുന്നത്? നാം കേട്ടിട്ടുള്ള സുവിശേഷത്തിൻ്റെ ശക്തി ഒരു മനുഷ്യനോടും നാം പങ്കുവയ്ക്കുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്, ദൈവത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക? എങ്ങനെയാണ് മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ പണിയാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കുന്നതിൽ മടുപ്പുള്ളവരായിരിക്കരുത്. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരുപാട് വചനങ്ങളെക്കുറിച്ച് ഘോരഘോരം നാം പറയാറുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ പറയാൻ നമുക്ക് ഇഷ്ടമില്ല. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഇത് നമുക്കിഷ്ടമില്ല അല്ലേ? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. നമ്മളൊരു പക്ഷേ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല എന്നിരിക്കും. പക്ഷേ ഈ ഭൂമിയിൽ 80-90 വർഷം ജീവിച്ച് ഒരു മനുഷ്യനോട് പോലും യേശുവിനെ കുറിച്ച് പറയാതെ നാം ഇവിടെ നിന്ന് കടന്നു പോവുകയാണെങ്കിൽ നാം യേശുവിനെ തള്ളിപ്പറയുക തന്നെയാണ് ചെയ്യുന്നത്. യേശുവിന് സാക്ഷ്യം കൊടുക്കുവാൻ ഇത്രയും നല്ല അവസരം കിട്ടിയിട്ടും, ഇത്രയും സമ്പത്തുണ്ടായിട്ടും, ഇത്രയും ആരോഗ്യമുണ്ടായിട്ടും, ഇത്രയും സൗകര്യമുണ്ടായിട്ടും ഒരു മനുഷ്യനോട് പോലും സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ നാം യേശുവിനെ തള്ളിപ്പറയുകയാണ്. അങ്ങനെ നാം യേശുവിനെ തള്ളിപ്പറയുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ യേശു നമ്മെ തള്ളിപ്പറയും. നാം ഈ മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ കുറിച്ച് സാക്ഷ്യം കൊടുക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ
സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ യേശു നമുക്ക് വേണ്ടി സംസാരിക്കും. നമുക്കറിയാം, ഒരു ദിവസം നാം യേശുവിൻ്റെ മുമ്പിലേക്ക് പോകണം. അങ്ങനെ പോകുമ്പോൾ അവൻ നമ്മെക്കുറിച്ച് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ സംസാരിക്കണമെങ്കിൽ നാം ഇവിടെ അവനെക്കുറിച്ച് സംസാരിക്കണം. പലപ്പോഴും യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ, വചനത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ലജ്ജയാണ്, അർത്ഥമില്ലാത്ത ലജ്ജ. നാം ലജ്ജയാൽ മുട്ടുമടക്കുന്നു, നാം ലജ്ജയാൽ തലകുലിച്ച് നിൽക്കുന്നു. മറ്റുള്ളവരെ കാണുമ്പോൾ സുവിശേഷം കക്ഷത്വം വെച്ച് നാം വീട്ടിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിയുടെ ലക്ഷണമല്ല ഇത്. മറ്റുള്ളവരുടെ മുമ്പിൽ ധൈര്യപൂർവ്വം സുവിശേഷം പ്രസംഗിക്കുന്നവനാണ് ക്രിസ്ത്യാനി. സാഹചര്യങ്ങൾ അനുകൂലമെങ്കിലും അനുകൂലമല്ല എങ്കിലും സുവിശേഷം പ്രസംഗിക്കുന്നവൻ. ഞാൻ അനുഭവിച്ച സുവിശേഷം, ഞാൻ കേട്ടിട്ടുള്ള യേശു, അവനെക്കുറിച്ച് ഞാൻ പറയും. എൻ്റെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ മറ്റുള്ളവരോട് പറയും. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഈ ലോകത്തിലെ രക്ഷകൻ യേശുവാണ്. അവൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിട്ടുള്ള നന്മകളെ കുറിച്ച് ഞാൻ നിന്നോട് പറയുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ? അങ്ങനെ നാം മറ്റുള്ളവരോട് പറയുമ്പോഴാണ് നാം സുവിശേഷ പ്രസംഗകരാകുന്നത്. അങ്ങനെ മറ്റുള്ളവരോട് പറയുവാനുള്ള ധൈര്യം നമുക്കുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം നൽകാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നാം തമ്പുരാൻ ഇഷ്ടമുള്ളവരായി മാറും. അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നാം ദൈവത്തെ ഏറ്റുപറയുകയാണെങ്കിൽ, ആ യേശു ക്രിസ്തുവിനെ നാം ഏറ്റുപറയുകയാണെങ്കിൽ, യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ മുമ്പിലും നമ്മെക്കുറിച്ച് ഏറ്റുപറയും, നമ്മെ അവൻ ഏറ്റുപറയും. ഇത് സംഭവിക്കണമെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ നാം ഏറ്റുപറയേണ്ടതാണ്. അമ്മച്ചിക്ക് എന്താ സൗഖ്യം കിട്ടി പറയാമോ? 2 വർഷമായി എനിക്ക് ക്യാൻസറായിട്ട്. റേഡിയേഷൻ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ വയറിൻ്റെ പൊക്കിളിൻ്റെ അടിയിലൊരു വലിയ മുഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെയും വയറ്റ് വേദനയൊക്കെ വന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ കീമോ എടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയൊക്കെ ആയിരുന്നു വയറിനകത്ത്. എനിക്കൊന്നും നടക്കാൻ മേലായിരുന്നു. പള്ളിയിൽ പോയി കുർബാന കാണാനായിട്ട് എനിക്ക് ഇരിക്കാൻ പാടില്ലായിരുന്നു. അത്ര എനിക്ക് വിഷമമായിരുന്നു. അങ്ങനെ ഇവിടെ എൻ്റെ മോൾ ഇവിടെ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അങ്ങനെ ഇവിടെ വന്ന് ബ്രദറിൻ്റെ ധ്യാനം കേട്ട് പ്രാർത്ഥിച്ച് എൻ്റെ മുഴ ചുങ്ങിയിട്ട് ഒരു തരി മുഴയേ ഉള്ളൂ. യേശുവേ ശാസ്ത്ര, യേശുവേ നന്ദി. മോളെ ഒന്നുകൂടെ പറയാമോ? അമ്മയ്ക്ക് യൂട്രസിൽ ക്യാൻസർ ആയിരുന്നു. യൂട്രസ് ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് നിൽക്കാഞ്ഞത് കൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. അതെടുത്തു. അതിൽ നിന്ന് ബയോപ്സി എടുത്ത് സെൻഡ് ചെയ്തു. ബയോപ്സിയുടെ റിസൾട്ടിൽ എൻഡോമെട്രിയത്തിൽ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടൻ തന്നെ കീമോയും റേഡിയേഷനും സ്റ്റാർട്ട് ചെയ്യുക. അത് ഉടനെ തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. റേഡിയേഷന് ശേഷം പുക്കിളിൻ്റെ താഴെ ചെറിയൊരു തടുപ്പ് കണ്ടു. അപ്പോൾ അമ്മ ചെന്ന് ഡോക്ടറിനോട് പറഞ്ഞു ചെറിയ തടുപ്പുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല അമ്മച്ചി, അത് റേഡിയേഷൻ ചെയ്തതിൻ്റെ ചൂടടിക്കുന്നതാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അമ്മ വരുന്നവരോടെല്ലാം പറയും എനിക്ക് അവിടെ ഒരു ചെറിയൊരു മുഴയുണ്ട്, എന്നാന്നറിയില്ല, വേദനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിനോട് എപ്പോഴും ചെല്ലുമ്പോൾ പറയും എന്താ ഡോക്ടറെ അവിടെ ഒരു മുഴ? കുഴപ്പമില്ല അമ്മച്ചി, അത് കുഴപ്പമില്ല, യൂട്രസൊക്കെ എടുത്ത് കളഞ്ഞില്ല, ഇനി റേഡിയേഷനും കീമോയൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, സുഖമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ റേഡിയേഷനും കംപ്ലീറ്റായി, ഹീമോയും കംപ്ലീറ്റായി കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അമ്മ ഇനി ഒരു 3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ട്രീറ്റ്മെൻറ്റിന് വരണം. അങ്ങനെ ചെക്കപ്പിന് ചെന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മ വയറിലോ എൻ്റെ അവിടെ കൊളുത്ത് വീഴുന്നു, അടിവയറ്റിൽ കൊളുത്ത് വീഴുന്നു എന്ന് പറയുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല അമ്മച്ചി, അമ്മ നല്ല ആഹാരമൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ വേദന ശക്തമായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 മാസം കഴിഞ്ഞ് ഇനി വന്നാൽ മതി ചെക്കപ്പിന്. അങ്ങനെ പറഞ്ഞ് വീട്ടിലിരുന്നപ്പോൾ പിന്നെയും വേദന ശക്തമായി അടിവയറ്റിൽ. അപ്പോൾ പറഞ്ഞു എന്നാൽ നമുക്ക് ഡോക്ടറിനെ അടുത്ത് പോയി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അന്തി ഒരു കാര്യം ചെയ്യും, നമുക്കൊന്ന് MRI സ്കാൻ ചെയ്ത് നോക്കാം എന്താ കുഴപ്പമെന്ന്. അന്നേരം സ്കാൻ ചെയ്തു, റിസൾട്ട് വന്നു. അവർ ലേറ്റാക്കിയാണ് ഞങ്ങളുടെ റിപ്പോർട്ട് അറിയിച്ചപ്പോഴാണ് പറയുന്നത് ക്യാൻസർ വീണ്ടും അടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് വീണ്ടും കീമോയും റേഡിയേഷനും സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യത്തെ കീമോയെ ഇപ്പോൾ കഴിഞ്ഞിട്ട് 2 ആഴ്ച കംപ്ലീറ്റ് ആയി. അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് വീർത്തു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു എന്താ അമ്മ ഇത് കെട്ടി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു മോളെ അത് അന്ന് മോളെ കാണിച്ചില്ലേ, അത് ഇപ്പോഴും വലുതായിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളിവിടെ സാബു ബ്രദർ നയിക്കുന്ന ധ്യാനം ഉണ്ടെന്നും പറഞ്ഞ് ചേച്ചിനെ ഇവിടെയാണ് കെട്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 5 ദിവസത്തെ ധ്യാനത്തിന് വന്നു. 3-ാം ദിവസം ആയപ്പോൾ ബ്രദർ ഇങ്ങനെ എടുത്തു പറഞ്ഞായിരുന്നു വയറ്റിൽ മുഴയുള്ള ഒരു ആളെ സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ ശ്രദ്ധിച്ചില്ല അത് എന്നെ ആയിരിക്കുമെന്ന്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് തപ്പി നോക്കിയപ്പോൾ അതൊരു ചെറിയൊരു മുഴയായിട്ട് ഇപ്പോഴും അവിടെ നിൽക്കുന്നു. ഇപ്പം ഞങ്ങൾ തൊട്ട് നോക്കി അതാ ചെറിയൊരു തടിപ്പേ ഉള്ളൂ. വലിയ അമ്മയ്ക്ക് സാരി ഉടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ശ്വാസം എടുക്കാനും സാരി ഉടുക്കാനൊക്കെ അമ്മ തന്നെ പറയുന്നു എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് പറയണത്. അമ്മച്ചോടെ ആ വലിയ മുഴ പറ്റിപ്പോയി അല്ലേ, ഒരു കുഞ്ഞു തടിപ്പേ ഉള്ളൂ ഇപ്പം.
അത്രയേ ഉള്ളൂ, തരിയേ ഉള്ളൂ. ഉണ്ടോ? ഒരു തരി തടിപ്പേ ഉള്ളൂ. ആ മുഴ വറ്റിപ്പോയി. ഞാൻ മിനി 3-ാം ദിവസം സൗഖ്യ ആരാധനയിൽ കർത്താവ് ഒരു മെസ്സേജ് ഇന്ന് വയറ്റിലെ മുഴ വറ്റിപ്പോകുന്നു. 3-ാം ദിവസം ഞാൻ ഓർക്കുന്ന ആ മെസ്സേജ് ഞാൻ ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആരും സംശയിക്കേണ്ട, യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തു രോഗശാന്തി നൽകും. യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യും. ആരൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സംഭവിക്കും, സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. അത് യേശുവിൻ്റെ പ്രവൃത്തിയാണ്. യേശുവിന് മഹത്വം. കരമടിച്ചു നന്ദി പറയട്ടെ. സന്തോഷമായോ? സന്തോഷമായി. യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ.